ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരുങ്ങി കെട്ടി നിൽക്കുന്ന ഇടപ്പലത്ത് പോകാനായിട്ട് അമ്മയുടെ വീട്ടിൽ പോകാനാണ്. അവിടെ എത്തിയിട്ടുള്ള കുറച്ച് നേരത്തുള്ള കുശലം പറച്ചിലും കാര്യങ്ങളൊക്കെ ഇട്ടത്. അത് കഴിഞ്ഞപ്പോഴാണ് മാമ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഉപ്പും മുളകിട്ട് കഴിക്കാനുള്ള കലാപരിപാടിയായിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മായി അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് ഉണ്ടാക്കി വെച്ച് പോയതാട്ടോ. ഞങ്ങളുടെ വക ഇതിൽ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാക്കി. പിന്നെ എരിവായിരുന്നേ. അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നേ. ഫസ്റ്റ് തന്നെ ഞാൻ അടുത്തൊരു ലെഗ് പീസ് ആയിരുന്നു. അത് തച്ചും തനും കാണാതെ ഒളിപ്പിച്ച് വയ്ക്കുന്ന കലാപരിപാടിയായിട്ട് ഈ കാണുന്നത്. ഫസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടോ കഴിച്ചു. പിന്നെയാണ് വലിയവരൊക്കെ ഇരുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഉണ്ടാക്കി വെച്ച ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും കുറേശ്ശെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ പ്ലാൻ ഇട്ടു എങ്ങോട്ടേലൊക്കെ പോകുന്നു. പക്ഷേ ഞങ്ങൾ പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങോട്ടും പോകലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ അടുത്തുള്ള പുഴ വരെ പോകുന്നത് ജസ്റ്റ്. അതാണ് മൂർക്കനാട് പാലം. അങ്ങ് അറ്റത്താട്ടോ വെള്ളം, കുറേശ്ശെ വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ട് അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇത് കടന്നിട്ട് വേണം അപ്പുറം കിടക്കാൻ. അപ്പോൾ ചെരുപ്പ് നനയാതെ കാര്യം നനയ്ക്കാതെ പോയിക്കൊണ്ടിരിക്കട്ടെ അവൾ. കുറച്ച് ദൂരം അപ്പുറം നടന്നിട്ട് അവിടെ പോയിരുന്ന് കുറച്ച് നേരം കുശലം പറച്ചിലും കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഉണ്ണി തച്ചുവിൻ്റെ കാല് നനയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അവൾക്ക് കാല് നനയ്ക്കണ്ട, മണലിൽ ഇരുന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കിണർ കുഴിക്കുകയാണ്. അങ്ങനെ അവളിരുന്ന് തനും തച്ചും കൂടി ഇരുന്നിട്ട് കിണർ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ വേറെ ഒരാളിതാ മണൽ കൊണ്ട് വേറൊരു ഗോപുരം തീർക്കുക കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴേക്കും മേമ വന്നിട്ടുണ്ട്. എല്ലാവരും കൊണ്ട് വായോ എന്ന് പറഞ്ഞിട്ട്